മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ അടിസ്ഥാനമാക്കി എണ്ണി വരുന്ന ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള വർഷത്തിന്റെ ഒരു ന്യൂ ഇയർ ആണ് മുഹറം 1-ാം തീയതി വരാൻ പോകുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെ ഏകദേശം നാട്ടിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷത്തെ ഹജ്ജിന് പോവാൻ വേണ്ടി പലരും മനസ്സിൽ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചലനങ്ങളാണ് ഹജ്ജിന്റെ പ്രത്യേകത. ഇളക്കം, കഅബന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ നടക്കുക, സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും നടക്കുകയും ഓടുകയും ചെയ്യുക. മിനയിൽ കല്ലെറിയുക, മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക, ഇങ്ങനെയുള്ള ചലനങ്ങൾ, ഇളക്കങ്ങളാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇളക്കങ്ങളിൽ ഏറ്റവും വലിയ ഇളക്കം മനസ്സിന്റെ ഇളക്കമാണ്. ചായ കൊടുക്കുന്നവര് വേഗം കൊടുക്കുക, കുടിക്കണവര് വേഗം കുടിക്കുക, കുടിക്കണതിന്റെ ഒപ്പം ഇങ്ങോട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താലേ സംഗതി നല്ല നിലക്ക് മുന്നോട്ട് പോവുള്ളൂ. ഉള്ള സമയം പരമാവധി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്ത്രീകൾ താഴെയാണ് എന്ന് മനസ്സിലാവുന്നു. അവരവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു വഴിയും കാണുന്നില്ല. ചായ കുടിക്കുകയാണോ, കുട്ടികളായിട്ട് കളിക്കുകയാണോ, കുടുംബ വർത്താനം പറയാണോ, എന്തോന്നൊരു ഐഡിയയും കിട്ടണില്ല. എന്തായാലും ആവട്ടെ, ഞാൻ ഈ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കും. മഹല്ല് കുടുംബസംഗമം, കുടുംബസംഗമങ്ങൾ പല നിലക്കും നടക്കാറുണ്ട്. പലതിനും നമ്മൾ പോലുണ്ട്. തെക്കേപുറത്ത് കുടുംബസംഗമം, വടക്കേപുറത്ത് കുടുംബസംഗമം, പടിഞ്ഞാറേതിൽ കുടുംബസംഗമം, കിഴക്കേതിൽ കുടുംബസംഗമം, ഇങ്ങനെ പല സംഗമം ഉണ്ടാവും. ആലും ചോട്ടിലെ കുടുംബസംഗമം, ആലിന്റെ മേലത്തെ കുടുംബസംഗമം, ആലും കുറ്റിയിലെ കുടുംബസംഗമം, മഹല്ല് കുടുംബസംഗമം. മറ്റുള്ള കുടുംബസംഗമങ്ങളെക്കാളൊക്കെ വളരെ ആവേശമുള്ളതാണ് മഹല്ല് കുടുംബസംഗമം. സാധാരണ കുടുംബസംഗമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്പം ചില ദോഷങ്ങളുണ്ട്. ധാരാളം ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് കുടുംബങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റും. കുറെ കാലായിട്ട് കാണാത്ത കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റും. പ്രായമായവരെ ആദരിക്കാൻ പറ്റും. കുടുംബത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെ, ഉന്നത ജോലി കരസ്ഥമാക്കിയവരൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കുടുംബസംഗമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ചില ദോഷങ്ങളുണ്ട്. ഒന്ന് അഹങ്കാരാണ്. നമ്മള് അത്രയും വലിയ കുടുംബാണല്ലോ എന്നുള്ള അഹങ്കാരം ഉണ്ടാവും. സംഗതിയില് ആലിന്റെ ചോട്ട് താമസിക്കാൻ തുടങ്ങിയത് വാപ്പാന്റെ വാപ്പ വല്ലിപ്പയും അവിടെ നിന്നുള്ള കുട്ടികളുള്ളൂ. അതിന്റെ മുമ്പ് അവർക്ക് കുടുംബ പേര് വേറെയാണ്. ആദം നബിന്റെ കുടുംബ പേരൊന്നല്ല നമ്മളാരും ഉപയോഗിക്കുന്നത്. നമ്മൾ തോട്ടത്തിൽ പാർക്കാൻ തുടങ്ങിയത് മുതൽ തോട്ടത്തിലായി, കിഴക്കേ തലക്ക പാർക്കാൻ തുടങ്ങിയത് മുതൽ കിഴക്കേ തലക്കലായി, ആലും ചോട്ടിൽ പാർക്കാൻ തുടങ്ങിയത് മുതൽ ആലും ചോട്ടിലായി എന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അഹങ്കരിക്കുന്നു. എന്നിട്ട് അഹങ്കരിച്ചാലും വലിയ കുഴപ്പമുണ്ടായില്ല. അത് അവസാനം പള്ളിമക്കും മദ്രസമക്കും എടുക്കും എന്നുള്ളതാണ് പിന്നത്തെ ഒരു കുഴപ്പം. മദ്രസ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ, പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മളെ കുടുംബത്തിൽ നിന്ന് 2 ആള് പോരാ 4 ആള് വേണമെന്ന് വാദിക്കാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തും.
പിന്നെ അതിന് വലിയൊരു കുഴപ്പമുള്ളത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഇന്നത്തെ അധിക കുടുംബ സംഗമത്തിലും കാണാവുന്നത്. എവിടെങ്കിലൊക്കെ വളഞ്ഞു തിരിഞ്ഞ കുടുംബമൊന്നും മുഖത്തോട് മുഖം നോക്കി ഹോട്ടലത്തെ മാതിരി ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷൻ നൽകുന്ന ഒന്നുമല്ല. എന്നാൽ മഹല്ല് കുടുംബ സംഗമങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതായി കാണാൻ സാധിക്കുന്നു. വലിയ കൂട്ടായ്മകൾക്ക് ഇത് ഉപകാരപ്പെടും. വർഷത്തിലൊരിക്കൽ ഇങ്ങനെ മഹല്ലിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമം നടക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ആദരവ് രണ്ടില് നിൽക്കാൻ പാടില്ല. മുക്രിസ്താദിനെ ആദരിച്ചു, അൽഹംദുലില്ലാ, നല്ലത്. പ്രസിഡന്റിനെ ആദരിച്ചു, നല്ലത്. ഇനി അവിടുന്നൊക്കെ മേലേക്ക് പോണം. മഹല്ലിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, മഹല്ലിൽ നിന്ന് നല്ല ജോലി ചെയ്യുന്നവര്, മഹല്ലിലെ ഏറ്റവും വിശ്വസ്തനായ ഓട്ടോറിക്ഷ ഡ്രൈവർ, മഹല്ലത്തിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരൻ, ഇവരൊക്കെ ആദരിക്കണം. കൂലിപ്പണിക്കാരില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കബറളക്കാൻ വരെ ആൾക്കാരെ കിട്ടൂല. അതുകൊണ്ട് മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനെ ആദരിക്കണം, ഏറ്റവും നല്ല ഡ്രൈവറെ ആദരിക്കണം. ഇങ്ങനെ ഒരുപാട് അവാർഡുകളും ആദരവുകളുടെ ഒക്കെ എണ്ണം ഇനിയും കൂട്ടണം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷങ്ങളിൽ. എല്ലാ വർഷവും മഹല്ല് സംഗമം നടക്കണം. മഹല്ല് സംഗമത്തിൽ ആദരവുകളുടെയും ബഹുമതികളുടെയും പ്രശസ്തി പത്രങ്ങളുടെയും എണ്ണം കൂടി വരണം. അപ്പോഴേ നമുക്ക് മഹല്ലിനെ കുറിച്ചും മഹല്ലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിലെ ആളുകളെ കുറിച്ചും നമുക്ക് ധാരണയുണ്ട് എന്ന് വരികയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഏത് സംവിധാനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടാലും മഹല്ല് സംവിധാനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഉപയോഗപ്പെടുത്താൻ മുഅ്മിനീങ്ങളായ നമുക്ക് സാധ്യമാവണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ മുഅ്മിനീങ്ങളായ ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. നബി തങ്ങൾ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ട് പള്ളി സ്ഥാപിച്ചാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുഅ്മിനീങ്ങൾ കൈമുതലാക്കി വന്നിട്ടുണ്ട്. മക്കയിലെ ദീനീ പ്രവർത്തനവും മദീനയിലെ ദീനീ പ്രവർത്തനവും താരതമ്യം ചെയ്യുമ്പോ മദീനയിലേത് വളരെ വിപുലമാണ്. കാരണം അവിടെ പള്ളി ഉണ്ടായിരുന്നു. മക്കത്ത് പള്ളി ഉണ്ടായിരുന്നെങ്കിലും അത് മുഅ്മിനീങ്ങളുടെ അധീനതയിൽ ആയിരുന്നില്ല. കേരളത്തിലേക്ക് ദീൻ പ്രചരണത്തിന് വേണ്ടി വന്ന സയ്യിദുനാ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹും അനുചരന്മാരും പള്ളികൾ സ്ഥാപിക്കുകയാണ് ആദ്യമായി ചെയ്തത്. പള്ളിയുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളാരേലും ചെറുപ്പക്കാര് തമ്മിൽ തെറ്റിയിട്ട് തല്ലുകൂടിയാലേ ഒരാള് മറ്റേ ആളോട് പറയും ഇജ്ജ് പള്ളിക്ക് പോയി പറഞ്ഞോളാന്ന് പറയും. മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലുമാണ് ഈ പ്രയോഗം ഉള്ളത്. മുസ്ലിങ്ങളും പറയും തമ്മിൽ തെറ്റിയാൽ പള്ളിയിൽ പോയി പറഞ്ഞോളാൻ, ക്രിസ്ത്യാനികളും പറയും തമ്മിൽ തെറ്റിയാൽ പള്ളിയിൽ പോയി പറഞ്ഞോളാൻ. എന്തേ പള്ളിയിൽ പോയി പറഞ്ഞോളാന്ന് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ പഴയ പള്ളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പൊളിച്ച് ടെറസാക്കണേന്റെ മുമ്പത്തെ പഴയ പള്ളി, ഒരകത്ത പള്ളി ഉണ്ടാവും, ഒരു പുറത്തെ പള്ളി ഉണ്ടാവും. ഔത്ത പള്ളിയിലും മിഹ്റാബ് ഉണ്ടാവും, പുറത്തെ പള്ളിയിൽ നിന്ന് മേലക്ക് കോണി ഉണ്ടാവും. മിക്കവാറും പള്ളികൾക്ക് 3 ഭാഗത്ത് താഴ്വരയുണ്ടാകും. ചില പള്ളികൾക്ക് ഫ്രണ്ടിലും താഴ്വര ഉണ്ടാവും, 4 സൈഡ് താഴ്വര ഉണ്ടാവും. ഫ്രണ്ടിലെ താഴ്വര മയ്യത്തേട്ടിൽ കൊടുന്നു വെക്കാനും ഖുത്ബോധനേന്റെ മുമ്പ് ഖത്തീബിന് സുന്നത്ത് നിസ്കരിക്കാനും ഒക്കെ ഉള്ളതാണ് മുന്നത്തെ താഴ്വര. 2 സൈഡിലെ താഴ്വര നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കണം തോന്നുകയാണെങ്കിൽ കിടക്കാനുള്ളത്. കയറി ചെല്ലണോരത്തുള്ള പൂമുഖം പഴയ തറവാട് വീടുകളുടെ പൂമുഖം പോലെ ചേറ്റുംപടിയൊക്കെ ഉള്ള ചാരിയിരിക്കാൻ തൂണുകളൊക്കെ കയ്യൊക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ള പഴയ തറവാട് പേരന്റെ മായിരുത്തതാണ് ഈ കാര്യം. അസരംസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാരൊക്കെ ഒന്ന് പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ താഴ്വരയില് പൂമുഖത്തുള്ള ആ
ചേറ്റമ്പടിമേ ആ തിണ്ടുമ്പോ ഒന്ന് കയറിയിട്ട് കാലൊക്കെ നീട്ടിയിട്ടൊന്നിങ്ങനെ ഇരിക്കും. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റിയത്, മുതൽ ഓരച്ചിട്ട് നേരാകാത്തത്, മൈമൂനാനെ കെട്ടിച്ചിട്ട് ഓള അങ്ങോട്ട് പോകാത്തത്, ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. ഏകദേശം ചർച്ച ചെയ്ത് തീരുമാനമായാല് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. വലിയ കാരണവര് തീരുമാനം പ്രഖ്യാപിക്കും. ഖത്തീബ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ട് ദോരക്കും, സംഗതി അവസാനിക്കും. ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങാടിയിൽ രണ്ട് കച്ചവടക്കാര് തമ്മിൽ തെറ്റിയാല് അത് പള്ളിയിലെ അസർ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ചർച്ച ചെയ്യും, തീരുമാനിക്കും, തീരുമാനം പ്രഖ്യാപിക്കും, കച്ചവടക്കാരെ പ്രശ്നം തീരും. ഇന്ന് പള്ളിക്കത്തെ കാര്യം കച്ചവടക്കാരാണ് തീർക്കുന്നത്. മുമ്പ് കച്ചവടക്കാരെ കാര്യം പള്ളിക്കെന്നാണ് തീർത്തിരുന്നത്.